ആയിഷ ഒന്ന് സംശയിച്ചു. വീടിന് മുന്നിൽ അണിനിരന്നു നിൽക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ഭയന്നുകൊണ്ട് ആയിഷ ചോദിച്ചു, ഉമ്മ എന്താ ഇവിടെ? എനിക്ക് പേടിയാവുന്നുണ്ട്. ഉമ്മ ഒന്നും പറഞ്ഞില്ല. അവൾ പതിയെ കാറിൽ നിന്നും ഇറങ്ങി. ആകെ ഭയന്ന് ചുറ്റും നോക്കി. ഫാത്തിമയെ അവൾ ചേർത്ത് നിർത്തി. ആ തിരക്കിനിടയിൽ നിന്ന് ആരോ പറഞ്ഞു, ആയിഷ നീ ധൈര്യം കൈവിടരുത്, നമ്മുടെ റാഫി പോയി. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ ആയിഷ നിന്നുപോയി. ഫാത്തിമയെ അവൾ കെട്ടിപ്പിടിച്ചു. കണ്ണുനീർ പോലും വരാതെ അവൾ തരിച്ചു നിന്നുപോയി. റാഫിയുടെ ഉമ്മ മോളെ എന്ന് വിളിച്ചപ്പോൾ അവൾ വിങ്ങി പൊട്ടി. എനിക്കിതെങ്ങനെ സഹിക്കാനാകും ഉമ്മ എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞു. ഇന്തോനേഷ്യയിൽ നിന്ന് മരണപ്പെട്ടതിനാൽ റാഫിയുടെ ബോഡി നാട്ടിലെത്താൻ 4 ദിവസം എടുക്കുമെന്ന് അമ്മാവൻ റാഫിയുടെ ഉപ്പയോട് പറഞ്ഞു. ആ 4 ദിവസം ആ വീട്ടുകാർക്കും ആയിഷയ്ക്കും 4 വർഷമായിരുന്നു. വിവരമറിഞ്ഞ എല്ലാവരും എത്തി. ഓരോരുത്തരായി ആയിഷയെ ദയനീയമായി നോക്കി. ആ നോട്ടം അവളെ വീണ്ടും വീണ്ടും കൊല്ലാതെ കൊന്നുകൊണ്ടേയിരുന്നു. 4 ദിവസങ്ങൾ കഴിഞ്ഞു. ഫെബ്രുവരി 29 റാഫി വരാമെന്ന് ആയിഷക്ക് വാക്കുകൊടുത്ത ദിവസം. അവൻ വന്നു. പക്ഷെ വന്നത് അവന്റെ ജീവനറ്റ ശരീരമായിരുന്നു. അവൻ അരികിലിരുന്ന് ആയിഷയും വീട്ടുകാരും പൊട്ടിക്കരഞ്ഞു. ഇനി നമുക്ക് ആരുണ്ട് എന്ന് പറഞ്ഞ് ആയിഷ ഫാത്തിമയെ കെട്ടിപ്പിടിച്ചു. അവനെ കൊണ്ടുപോയി. വിവരമറിഞ്ഞു വന്ന നാട്ടുകാർ ഓരോരുത്തരായി പതുക്കെ പോവാൻ തുടങ്ങി. വീണ്ടും ആയിഷയും ഫാത്തിമയും ആ വീട്ടുകാരും മാത്രമായി. റാഫിയുടെ ഉപ്പ ആയിഷയുടെ അടുത്ത് പോയി, മോളെ അവനെ പോയിട്ടുള്ളൂ, നിനക്കും മോൾക്കും എന്നും ഞങ്ങളുണ്ടാവും. ഇത് കേട്ട് ഉപ്പയെ കെട്ടിപ്പിടിച്ച ആയിഷ കരഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ടാവും ഉപ്പ, റാഫി ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അവൻ ഞങ്ങളെ കാണുന്നുണ്ട്. അവനുമായുള്ള നിമിഷങ്ങൾ മാത്രം മതി ഇനി ഈ ജന്മം എനിക്ക് ജീവിക്കാൻ, ആയിഷ ഉപ്പയോട് പറഞ്ഞു. ഉപ്പയും ആയിഷയും ആലിംഗനം ചെയ്തു. 2 പേരും വിതുമ്പി.